ഓണം വരുമ്പോൾ ഓണത്തിന്റെ ദിവസം അതിന്റെ പിന്നിൽ കുറെ ഐതിഹ്യങ്ങളുണ്ട്. ആ ഐതിഹ്യങ്ങളൊന്നും ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ളതല്ല. സുബ്ഹാനല്ലാഹ്, ഇത് അൽബിദായത്ത് വന്നിരുന്നയിലോ താരീഖിലോ മുലൂക്കിലോ അൽ-ഇസാബയിലോ അങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥത്തിലുള്ളതല്ല. ഏതോ ഒരു ഐതിഹ്യം സുബ്ഹാനല്ലാഹ് തലയിൽ കാല് വെച്ച് അളന്നുപോൽ ഭൂമിയിലേക്ക് താഴ്ന്നുപോൽ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ഐതിഹ്യങ്ങൾ. അതിന്റെ പേരിൽ ഒരു ഓണം വരുമ്പോ ആ ഓണത്തിന്റെ സമയത്ത് ചില ആചാരങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. അവരവരുടെ ആചാരം നടത്തുന്നതിൽ നമ്മളൊന്നും പറയേണ്ടതോ അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടതോ അതിന് ചീത്ത പറയേണ്ടതോ പാടുള്ളതല്ല. മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ പോലും ചീത്ത പറയരുതെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ദിവസം ഒരക്ഷരം മിണ്ടാതെ വലിയ താടിയും കോലവുമൊക്കെ ആക്കിയിട്ട് അതാ ഓണത്തിന്റെ ദിവസം ഇങ്ങനെ ടൗണിലൂടെ നടക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു മതത്തിന്റെ ആചാരമാണ്, നമ്മുടെ മതത്തിന്റെ ആചാരമല്ല. ഇവിടെ എന്തായാലും പറയാ, ഞങ്ങളാട്ട് ഓണപ്പട്ടെന്നാ പറയാം. ഓണപ്പട്ടെന്നോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് പറയൽ. ഇവിടെ ഓണത്തിന്റെ മിണ്ടൂല, കുറെ സമയത്തേക്ക് മിണ്ടൂല. ആ തൊപ്പി എടുത്ത് വെച്ചാലേ മിണ്ടുള്ളൂ. അങ്ങനത്തെ ഒരാളിൽ ഇങ്ങനെ പോകുന്നതാണ്. ഇല്ല, ഞങ്ങളുടെ നാട്ടിലെ കൊണ്ടെന്നൊരു പരിപാടി ഇങ്ങനെ പോകും, മിണ്ടൂല. അപ്പൊ ചില കുട്ടികളും വികൃതിയില്ല, ചില കുട്ടികളും ഈ തൊപ്പിയെടുത്ത് നേരെ മിണ്ടാൻ പാടില്ല എന്നാണ് നിയമം. അപ്പൊ ചില കുട്ടികൾ പോയിട്ട് തല്ലും, ചില ചീത്ത പറയും, പാടില്ല. അവരുടെ ആചാരം അവർ നടത്തുന്നു, അത് നമ്മൾ വിരോധിക്കാൻ പാടില്ല. അവർ സ്വതന്ത്രമായി ചെയ്തുകൊള്ളട്ടെ. അതേ സമയത്ത് നമ്മൾ അതിൽ പങ്കെടുക്കാനും പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, വടകരയെന്ന് പുറത്ത് കുഞ്ഞിപ്പള്ളിക്കടുത്ത് ഒരു സ്ഥലത്ത് ഒരാൾ ഓണപ്പട്ടന്റെ വേഷം ധരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തി. ആനായ മർഹൂം സംസർഗമായ ഈക്കബൂക്കർ മുസ്ലിയാർ ശക്തമായി അതിനെ എതിർത്തപ്പോൾ അയാൾ മുജാഹിദായി. പണ്ഡിതന്മാർക്ക് മതം പറയാതിരിക്കാൻ പറ്റുമോ സഹോദരന്മാരെ? പണ്ഡിതന്മാർക്ക് മതം പറയാതിരിക്കാൻ പറ്റുമോ? അതേ സുന്നി മുജാഹിദാവൂന്ന് മനസ്സിലാക്കിയിട്ട് മതം പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം അവര് പഠിച്ച മതം ഹക്കായി പറയലാണ്. അത് നെഞ്ഞൂക്കോടെ പറയുന്ന പണ്ഡിതനാകണം. അവിടെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. അവനവന്റെ മതം പറയുന്നതിനാക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇരിക്കട്ടെ, മുസ്ലിമീങ്ങൾ അത്തരം പരിപാടിയിൽ പങ്കെടുക്കരുത്. ഇതുപോലെ ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങളെ മതമനുസരിച്ച് തന്നെ നീങ്ങണം. പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണം. അവിടെ മതം നോക്കണ്ട, പാർട്ടി നോക്കണ്ട, സംഘടന നോക്കണ്ട. മതത്തിന്റെ കാര്യത്തിൽ അവനവന്റെ മതമനുസരിച്ച് ജീവിച്ചു.